ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭയ്ക്ക് ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സഭ ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വിദ്യാനികേതൻ സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് 2 ദിവസത്തെ പ്രതിനിധി സഭയിൽ പങ്കെടുക്കുന്നത്. ലോകത്തിലെ 1-ാം നമ്പർ ശക്തിയായി ഭാരതം മാറുകയാണ് എന്നും അതിന് പ്രേരക ശക്തിയായി ഭാരതീയ വിദ്യാനികേതനടക്കമുള്ള വിദ്യാഭ്യാസ രീതിക്ക് വലിയ പങ്കുണ്ട് എന്നും ജസ്റ്റിസ് എൻ നഗരേഷ് അഭിപ്രായപ്പെട്ടു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നേക്ക് 300 വർഷങ്ങൾക്കപ്പുറം ലോകത്തിൻ്റെ വേൾഡ് GDPയിൽ ഭാരതത്തിൻ്റെ സംഭാവന 27%. ഓർത്തു നോക്കുക, 1700 ലോകത്തിലെ GDP ഇൻകത്തിൻ്റെ 27% കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഭാരതമായിരുന്നു. അതേസമയം 42% കോൺട്രിബ്യൂട്ട് ചെയ്തത് ചൈനയായിരുന്നു. 7 പതിറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതിന് കാലോചിതമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്നും അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും സമൂഹം നേരിടുന്ന ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി മയക്കുമരുന്നടക്കമുള്ള വിവിധ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കോളേജുകളിലും മറ്റും വളർന്നുവരുന്ന മയക്കുമരുന്ന് കേസുകൾ എന്നിവയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇതെന്നും ഇതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ നഗരേഷ് പറഞ്ഞു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് പി ഗോപാലൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ എൻ കുമാരൻ പതാക ഉയർത്തി. സംസ്ഥാന സെക്രട്ടറി KR റെജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, തൃശൂർ ജില്ലാ അധ്യക്ഷൻ KS ജയേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ മുൻ ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാനത്തെ വിദ്യാനികേതൻ സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് 2 ദിവസത്തെ പ്രതിനിധി സഭയിൽ പങ്കെടുക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി.